അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കറിയാണ്. മുട്ടക്കറി തന്നെ പല രീതിയിലും പല വെറൈറ്റി രീതിയിലൊക്കെ ഉണ്ട് കൂട്ടാരെ. ഇന്ന് ഞാൻ ചെയ്തേക്കുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കൂട്ടാരെ. നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം ചെയ്ത് നോക്കും. നല്ല അട്ടാറ് ടേസ്റ്റാണ്. വെള്ളയപ്പം, ദോശ, ഇഡ്ഡലി എന്തിനു വേണമെങ്കിലും ഇത് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പം വീഡിയോ എങ്ങനെ ചെയ്യുന്നത് കണ്ടാലോ? കാണുന്നതിന് എന്നും പറയുന്ന പോലെ കൂട്ടാൻ നിങ്ങളുടെ സപ്പോർട്ട് മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഉണ്ടേക്കാം. ആദ്യം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിനകത്തൊരു പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് നമുക്കൊന്ന് മിൽറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞ അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് കീറിയതാണ്. നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണോളം മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ പൊടികൾ ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല, ഈ കുരുമുളക് പൊടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അടുത്ത നമ്മൾ 5 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഒന്ന് ബീറ്റ് ചെയ്തേക്കാം, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് നിരത്തി എല്ലാം നോക്കും. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളെല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞക്കരി ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ താരം നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലാണ്, നല്ല കട്ടിപ്പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് ജസ്റ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചേർക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പത്തിനും ദോശയ്ക്കും പറ്റിയ അടിപൊളി ഒരു മുട്ടക്കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.